നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇരുട്ടിലായത് 3 മണിക്കൂർ. ഒടുവിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ 3 മണിക്കൂറിന് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു. താൽക്കാലിക ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അത്യാഹിത വിഭാഗം ബ്ലോക്കിലാണ് ഇന്ന് രാത്രിയോടെ വൈദ്യുതി മുടങ്ങിയത്. ടോർച്ചിന്റെയും മെഴുകുതിരി വെട്ടത്തിന്റെയും വെളിച്ചത്തിലായിരുന്നു ആശുപത്രി പ്രവർത്തിച്ചത്. വൈദ്യുതി മുടങ്ങിയതിന് പിന്നാലെ ജനറേറ്ററും കേടായതാണ് പ്രതിസന്ധി കൂട്ടിയതെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിൽ പരിക്കുകൾ ഒന്നും തന്നെയില്ല. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയുടെ മൃതദേഹം കണ്ടെത്തി. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്ത് നഗരത്തിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഹസൻ നസ്രുള്ളയുടെ ഭൗതികദേഹത്തിൽ ഒരു പോറലോ പരിക്കോ ഒന്നുമില്ലെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും ബാക്കിയില്ലാത്ത വിധം ശരീരം ഛിന്ന ഭിന്നമായതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഇത് തള്ളുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മിസൈൽ ആക്രമണത്തിലുണ്ടായ സ്ഫോടനത്തിന്റെ ശക്തമായ ആഘാതമായിരിക്കാം മരണം സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് ഹിസബുല്ല വ്യക്തമാക്കിയിട്ടില്ല. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. ആലപ്പുഴയിൽ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചു. ഹൗസ് ബോട്ടിൽ നിന്ന് കായലിലേക്ക് വീണ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. തിരുനെൽവേലി സ്വദേശി ജോസഫ് ഡിക്സനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായവർ ഇരുവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു. കായലിൽ വീണ ബിനിഷ അപകടങ്ങളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. അപകടം നടന്നയുടൻ തന്നെ ഡിക്സനെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ചിത്തിര കായലിൽ വെച്ചാണ് അപകടമുണ്ടായത്. കൊല്ലത്ത് വയോധികന് ക്രൂരമർദ്ദനം. കൈയും കാലും തല്ലിയൊടിച്ചു. കൊല്ലം ഏരൂരിൽ ബൈക്കിലെത്തിയ സംഘം വയോധികന്റെ കൈയും കാലും തല്ലിയൊടിച്ചതായി പരാതി. അസഭ്യം വിളിച്ചെന്നാരോപിച്ചായിരുന്നു വയോധികനെ മർദ്ദിച്ചത്. വിളക്കുപാറ സ്വദേശി രാജേന്ദ്രനാണ് മർദ്ദനമേറ്റത്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഏരൂർ പോലീസ് പറഞ്ഞു. പാർട്ടി ഉണ്ടാക്കുന്നില്ല, കാല് വെട്ടിയാൽ വീൽ ചെയറിലായാലും വരുമെന്നും അൻവർ. താൻ പാർട്ടി ഉണ്ടാക്കുന്നില്ലെന്ന് PV അൻവർ MLA. ജനം പാർട്ടിയായാൽ പിന്നിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അൻവർ. കാല് വെട്ടിയാൽ വീൽ ചെയറിൽ വീഴും, അതുകൊണ്ടൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ADGP അജിത് കുമാറിനെതിരെയും CPM-നെതിരെയും രൂക്ഷ വിമർശനമാണ് അൻവർ ഉന്നയിച്ചത്. അജിത് കുമാറിനെ വെച്ച് RSS മോശപ്പെട്ട പല പ്രവർത്തികളും ചെയ്തിട്ടുണ്ടെന്ന് അൻവർ ആരോപിച്ചു. എന്നാൽ താൻ ഉന്നയിച്ച പ്രശ്നങ്ങളെ പാർട്ടി അവഗണിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എന്തും നേരിടാൻ തയ്യാറാണ്. താൻ വെടികൊണ്ട് വീണേക്കാം. ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.